അനധികൃതമായി യുഎസിൽ കഴിയുന്ന കുടിയേറ്റക്കാരെ പുറത്താക്കണമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ തുടർന്ന് കുടിയിറക്കപ്പെട്ട ഇന്ത്യക്കാരെ സ്വീകരിക്കാൻ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ. മതിയായ രേഖകളില്ലാതെ ഏകദേശം 18,000-ഓളം ഇന്ത്യക്കാരാണ് യുഎസിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇരു രാജ്യങ്ങളും സംയുക്തമായി ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ എണ്ണം 18,000-ലും അധികം ആവാനാണ് സാധ്യത. സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെ അനധികൃത കുടിയേറ്റത്തെ ദേശീയ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരുന്നു ട്രംപ്. അതിർത്തിക്കുള്ളിൽ മതിൽ നിർമ്മിക്കാനും തടങ്കൽ പാളയങ്ങൾ ഒരുക്കാനും പെന്റഗണിനോട് ഉത്തരവിട്ടിരുന്നു. കൂടാതെ ആവശ്യാനുസരണം അതിർത്തിയിലേക്ക് സൈനികരെ അയക്കാൻ പ്രതിരോധ സെക്രട്ടറിക്ക് അധികാരവും നൽകിയിരുന്നു. തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമകളിലൊന്ന് നിയമവിരുദ്ധമായ കുടിയേറ്റങ്ങളിൽ നിന്നും പുനരധിവാസങ്ങളിൽ നിന്നും അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുക എന്നതാണ്. അമേരിക്കയിലേക്കുള്ള വിദേശികളുടെ അനധികൃത കുടിയേറ്റം തടയാൻ തന്റെ ഭരണകൂടം ലഭ്യമായ എല്ലാ വഴികളും ഉപയോഗിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. അതേസമയം യുഎസിലേക്കുള്ള ഇന്ത്യക്കാരുടെ അനധികൃത കുടിയേറ്റം പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുന്നത് മറ്റു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തൊഴിൽ മൊബിലിറ്റി കരാറുകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമീപ വർഷങ്ങളിൽ തായ്വാൻ, സൗദി അറേബ്യ, ജപ്പാൻ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുമായി മൈഗ്രേഷൻ കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു. കുടിയേറ്റം കുറവായ യുഎസിന്റെ വടക്കൻ അതിർത്തിയിലെ നിയമവിരുദ്ധമായ ക്രോസിംഗുകൾ വർദ്ധിച്ചു വരുന്നതും യുഎസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വടക്കൻ ഭാഗത്തിലൂടെയുള്ള കുടിയേറ്റം ചെയ്യുന്നവരിൽ 4-1 ഇന്ത്യക്കാരാണ്. അതേസമയം ട്രംപ് അധികാരമേറ്റതോടെ ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമെന്ന് ഉറപ്പായതോടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. യുഎസിൽ ഉൾപ്പെടെ വിദേശത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ നിയമപരമായ തിരിച്ചുവരവിന് ഇന്ത്യ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. യുഎസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ നിയമവിരുദ്ധമായി ഇവിടെ ഇന്ത്യൻ പൗരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇന്ത്യൻ പൗരന്മാരാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിലേക്ക് നിയമാനുസൃതമായ തിരിച്ചുവരവിന് തടസ്സമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ബുധനാഴ്ച വാഷിംഗ്ടൺ ഡിസിയിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് നിർണായകമായ ഈ നിലപാട് വിദേശകാര്യമന്ത്രി ജയശങ്കർ അറിയിച്ചത്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെയും വ്യക്തമായി അറിയിച്ചതായും അദ്ദേഹം സ്ഥിരീകരിച്ചു. നിയമവിരുദ്ധ കുടിയേറ്റത്തെ ഇന്ത്യ ശക്തമായി എതിർക്കുന്നുവെന്നും അത് നല്ലതല്ലെന്നും നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള കൂടിക്കാഴ്ചയിൽ യുഎസ് വിസ ലഭിക്കുന്നതിനുള്ള നീണ്ട കാത്തിരിപ്പ് കാലയളവിനെക്കുറിച്ചും വിദേശകാര്യമന്ത്രി സംസാരിച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധികാരമേൽക്കൽ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് യുഎസിൽ എത്തിയതാണ് വിദേശകാര്യമന്ത്രി ജയശങ്കർ. പ്രസിഡന്റ് ട്രംപിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു കത്തും അദ്ദേഹം കൊണ്ടുപോയിരുന്നു. ജനുവരി 20-നാണ് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്.